ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. പച്ചരി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് 1 കപ്പ് പച്ചരി വേണം. നമ്മളൊരു 2 മണിക്കൂർ മുമ്പേ കുതിർത്തെടുത്ത് വെച്ചതാണ്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ കൂടെ അരയ്ക്കാൻ വേണ്ടിയിട്ട് ചോറ് വേണം. 1/2 കപ്പ് ചോറും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തന്നെ തരിയില്ലാത്ത രീതിയിൽ അരച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റായിട്ടാണ് അരച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ദോശമാവ് ചേർക്കുന്നുണ്ട്. അതായത് നമ്മുടെ പഴയ ദോശമാവില്ലേ, ദോശമാവ് ഉണ്ടാവുമല്ലോ, അത് നമുക്ക് കുറച്ച് ചേർക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണാണ് ചേർത്തത്. ഇത് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർക്കാം, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ദോശമാവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ദോശമാവ് ചേർത്ത ഉടനെ തന്നെ മാവ് അത്യാവശ്യം ഒന്ന് ഫെർമെൻ്റ് ആയ പോലെ തന്നെ കിട്ടും. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതിപ്പോൾ അത്യാവശ്യം കുറച്ച് കട്ടിയാണ്. നമുക്ക് ഇത്രയും കട്ടി വേണ്ട, കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ അരച്ച ജാറിലേക്ക് തന്നെ വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ വേറെ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ ഉണ്ടാക്കുന്ന ദോശയാണ്. നല്ല ടേസ്റ്റി ആയിരിക്കും ഇത്. അപ്പോൾ ഇതാ നമ്മുടെ മാവ് റെഡിയാണ്. ഈ ഒരു പരുവത്തിലാക്കിയെടുത്താൽ മതി. കുറച്ച് ലൂസ് പോലെ ആക്കിയെടുക്കാം. നീർദോശയുടെ ഒക്കെ ഒരു പരുവത്തിലാക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് സവാളയും ക്യാരറ്റൊക്കെയാണ് ചേർക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് തക്കാളി വേണമെങ്കിൽ തക്കാളിയൊക്കെ ചേർക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു വലിയ സവാള എടുക്കുന്നുണ്ട്, പിന്നെ 1 ക്യാരറ്റും, പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളകും ചേർക്കാം. പച്ചമുളക് ഒരു 3 എടുത്തിട്ടുണ്ട്, വളരെ കനം കുറഞ്ഞ് കട്ട് ചെയ്തതാണ്. ഇതും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് നമ്മൾ അരി അരയ്ക്കുന്ന സമയത്ത് തന്നെ അരിയുടെ കൂടെ ഇട്ട് അരച്ചെടുത്താൽ മതി. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് മൂക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് വഴണ്ട് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയില ചേർക്കാം. അതുപോലെ തന്നെ കരിവേപ്പിലയും നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. മുളക് പൊടി ഇഷ്ടമാണെങ്കിൽ മുളക് പൊടി നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിനി മാറ്റി വയ്ക്കാം. ചെറുതായിട്ടൊന്ന് തണുക്കണം. ഇപ്പോൾ തണുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവിലോട്ട് വെജിറ്റബിൾസും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കണം മാവ്, ഇത്രയും ലൂസായിരിക്കണം. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വെജിറ്റബിൾസ് വഴറ്റി അതേ പാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലത്തെ പാൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടായ പാനിലേക്ക് 1 സ്പൂൺ മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ പാന് ചെരിച്ച് വെച്ചിട്ട് വേണം നമ്മൾ മാവ് ഒഴിക്കാനായിട്ട്. അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കിട്ടും. അപ്പോൾ ഒരു സൈഡ് വേണമെങ്കിൽ ഒരു സൈഡ് കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ 2 സൈഡും കുക്ക് ചെയ്യാം. ഞാൻ എന്തായാലും 2 സൈഡും കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ റെഡിയാണ്. ഇപ്പോൾ നമുക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിലും നമ്മൾ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഓയിൽ കൂടി ചേർക്കാം. നമ്മൾ അത്യാവശ്യം വെജിറ്റബിൾസൊക്കെ വഴറ്റുമ്പോൾ ഓയിൽ ചേർത്ത കാരണം വീണ്ടും ഓയിൽ ചേർക്കുന്നില്ല. ഇനി നമ്മൾ പരന്ന ദോശ പാനിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ ആദ്യം ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. അതിന് ശേഷം ഈ ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലത്തെ പാനില്ലെങ്കിൽ നമ്മൾ സാധാരണ ദോശക്കല്ലിൽ ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ മതി. അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ നല്ല കനം കുറച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ദോശമാവ് ചേർത്ത കാരണം തന്നെ നല്ലൊരു ക്രിസ്പിനെസ്സും കിട്ടും, ടേസ്റ്റും കിട്ടും. അപ്പോൾ ഇതാ 2 സൈഡും നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാവ് വെച്ചിട്ട് ഇതുപോലത്തെ കുറേ ദോശ ഉണ്ടാക്കാം കേട്ടോ. കുറച്ച് മാവ് മതി, പക്ഷേ ഒരുപാട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല നൈസായിട്ടുള്ള ദോശയാണ്. കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഒരു കറിയുടെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം. ആർക്കായാലും ഇഷ്ടപ്പെടും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.